നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഇന്ന് വന്നു. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ അല്ല കേട്ടോ, കാരണം ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ റൂമാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഫോൺ പ്ലേസ് ചെയ്യാനൊന്നും ഒരു പ്ലേസ് ഇല്ല കറക്റ്റായിട്ട്. അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കുക. നമുക്ക് ഫോൺ പ്ലേസ് ചെയ്ത് കണ്ടൻറ്റ് എനിക്ക് അറിയാമെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഫോൺ പ്ലേസ് ചെയ്യുന്ന കാര്യം എനിക്ക് കുറേ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ നമ്മൾ സെൽഫി സ്റ്റിക്കില്ലേ, ആ സ്റ്റിക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ഇങ്ങനെ തെറിച്ച് വരുന്ന പോലെ എനിക്കിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം എനിക്ക് അങ്ങനെ വന്നു. അപ്പം ഞാൻ മലയാളി ഒരു യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അടിപൊളി ചാനലാട്ടോ. കാരണം നമ്മുടെ ന്യൂ യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നൊരു ചാനലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വർത്താനവും പറയുന്ന കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിലും കറക്റ്റ് രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുള്ളതാണ്. അങ്ങനെ ഒരു അടിപൊളി ചാനൽ. അപ്പോൾ ഈ ചാനലിൽ ഞാനിങ്ങനെ എല്ലാ ദിവസവും അത് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിലിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ട്രൈപോഡിനെ പറ്റിയിട്ട് ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതുപോലെ തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈഗോട്ടിൻ്റെ റിംഗ്ലൈറ്റ് പ്ലസ് ട്രൈപോഡാട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തൊരു ലിങ്ക് ഉണ്ടായിരുന്നു, അതിന് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തതാണ്. കാരണം ഞാനിതിനെപ്പറ്റി കുറച്ച് നോക്കിയപ്പോൾ ഒരുപാട് പൈസയുടെ ആയിരുന്നു കണ്ടതല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാനൊരു കുഞ്ഞ് യൂട്യൂബറായിട്ട് ഇത്രപാട് പൈസയുടെയൊക്കെ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായില്ല. ഞാൻ ഉള്ളതെല്ലാം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 949 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. നല്ല അത്യാവശ്യം അഫോർഡബിൾ പ്രൈസാണിത്. നമുക്കൊരു പുതിയൊരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്താ ഒരുപാട് പൈസ അതിലേക്ക് മുടക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. സോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു ഇത് ഞാൻ നോക്കി. കാരണം റിംഗ് ലൈറ്റ് ഉള്ളതും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഞങ്ങളുടെ റൂമിൽ വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് ലൈറ്റ് കിട്ടാറുണ്ട്. ഇനി അല്ല വേറെ റൂമിലേക്ക് പോയി കഴിയുമ്പോഴേക്കും എനിക്കങ്ങനെ രാത്രിയിൽ അത്ര കറക്റ്റ് ലൈറ്റായിട്ട് കിട്ടാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച റിംഗ് ലൈറ്റും കൂടെ ബുക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അത് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുള്ളത് ആ ഒരു ചാനലിനോടാണ് കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നതും കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഒരുപാട് യൂട്യൂബ്, നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ പറയുന്ന കുറേയൊക്കെ ഫോളോ അപ്പ് ചെയ്യട്ടെ. കാരണം നല്ല കാര്യങ്ങളാണ്, നമുക്ക് അത്രയ്ക്കും ബെനിഫിറ്റായിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പം പിന്നെ അസ്വി മലയാളം പോലെയുള്ള വലിയ വലിയ ചാനലൊക്കെ ഈ ട്രൈപോഡാണ് യൂസ് ചെയ്യുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ട് ഞാൻ അപ്പം തന്നെ വാങ്ങി. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെറിയ റിവ്യൂ വീഡിയോ പോലെ, റിവ്യൂ അല്ല, എന്തൊരു അൺബോക്സിങ് വീഡിയോ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഡീസൻ്റായിട്ട് ഓപ്പൺ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഇതാണ് കേട്ടോ ബോക്സും കാര്യങ്ങളും ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ നോക്കിയിട്ടും പിന്നെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് ഞാൻ നോക്കി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല ഫിറ്റ് ചെയ്യാനായിട്ട്. സിമ്പിളാണ്. നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു അറിയാൻ മേലാക്കി നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, അങ്ങനെ. അപ്പോൾ ഞാനിത് ഓരോന്നോരോന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ട്രൈപോഡ്. ഇതാണ്ടോ റിംഗ് ലൈറ്റ് വന്നിട്ട്, പിന്നെ റിംഗ് ലൈറ്റിലേക്കുള്ള ഒരു കണക്ഷൻ കേബിളുണ്ട്, ഫോൺ ഫിറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അതിൽ കണ്ട പോലെ തന്നെ. നമുക്ക് ഈ ഒരു പ്രൈസിന് നമുക്ക് ഓക്കെ ആണ് എന്ന് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നു. കാരണം ആ ഒരു ചാനൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓക്കെ ആണ് കേട്ടോ. കാരണം നമ്മളെപ്പോലൊരു തുടക്കക്കാർ യൂട്യൂബേഴ്സിനൊക്കെ നമുക്ക് അത്രയും ഉപകാരമാണ്. പിന്നെ ഇതിൻ്റെ റിംഗ് ലൈറ്റ് വന്നത്, ഈ ട്രൈപോഡ് വന്നത് ഇതിലാണ്, ഈ ഒരു വലിയ കവറിലാണ് കേട്ടോ. പക്ഷേങ്കിൽ ഈ ഒരു റിംഗ് ലൈറ്റ് വന്നത് ഈ ഒരു ബോക്സിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കമ്പനിയുടെ കാര്യങ്ങളൊന്നും എവിടെയും സ്പെസിഫൈ ചെയ്ത് ഞാൻ കണ്ടില്ല. ടൈഗോട്ടാണ് കേട്ടോ കമ്പനി. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ അതൊന്നും കണ്ടില്ല, ഞാൻ കണ്ട വഴിയെല്ലാം ഓടിപ്പിടിച്ച് തുറന്നു. ഇതാ അവരുടെ കമ്പനിയുടെ കാർഡെല്ലാം ഉണ്ട് കേട്ടോ. ഞാനിതൊന്നും കണ്ടില്ലായിരുന്നു ആക്ച്വലി. ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം തുറന്നെടുത്ത്. ഒരു കാർഡെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഈ റിംഗ് ലൈറ്റ് വന്നത് കേട്ടോ. പിന്നത്തെ അവർ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 3 കളേഴ്സ് ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ. അത് എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ കൂടെ പറഞ്ഞുതരാം. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ബോക്സിലുള്ളത്. അപ്പോൾ നമുക്കിത് ഓരോന്ന് എന്താണെന്ന് നോക്കാം.
ഇതെനിക്ക് തോന്നുന്നു അഡ്ജസ്റ്റബിൾ ആണല്ലോ. ഇത് ഓക്കെ, നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റബിൾ ആണ്. അത്യാവശ്യം ക്വാളിറ്റി എല്ലാം ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ട്രൈപോഡ്. ഇത് ഈ ഭാഗത്ത് നമുക്ക് ലൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കിങ്ങനെ മാക്സിമം ഹൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കണ്ടോ, ഇതിനിങ്ങനെ ഹൈറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്കിത് എനിക്കൊരു ഫുൾ വീഡിയോ ആയിട്ട് കിട്ടണമെങ്കിൽ ആരെങ്കിലും എനിക്കിങ്ങനെ ചെയ്ത് തന്നെങ്കിലാണ് ഇത് ഫുൾ കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇങ്ങനെ നമുക്കിത് പൊക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഓരോ ലെഗ് നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതുണ്ട്. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഓരോ ലെഗും ഇങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ കണ്ടോ, ഇപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും. നമുക്ക് വേണ്ട രീതിയിലേക്ക് നമുക്കിതിങ്ങനെ ലൂസാക്കിയിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. കണ്ടോ, ഇതിപ്പോൾ ഞാനിവിടെ ലൂസാക്കിയതുകൊണ്ട് ഇതിങ്ങനെ താഴോട്ട് വന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ വിരിഞ്ഞ് വരും. കണ്ടോ, ഇതിവിടെ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വേണ്ടത് എത്രയാണോ ആ രീതിയിലേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിവിടെ ടൈറ്റൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതവിടെ ഇരിക്കും. ഇതിങ്ങനെ പൊക്കി വെക്കണം. ഇതിങ്ങനെ പൊക്കിയപ്പോൾ എനിക്കിപ്പോൾ ഈ ലെങ്ത്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഈ ലെങ്ത് വേണ്ടത് ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ ഉണ്ട്. ഇത് നമ്മളിങ്ങനെ ടൈറ്റ് ആക്കിയാൽ മതി കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മളിതിങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് റിംഗ് ലൈറ്റ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ആ റിംഗ് ലൈറ്റിൻ്റെ ആ ഒരു പ്ലേസിൽ തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഫോൺ വെക്കുന്നതും വരുന്നത്. നമുക്കത് ചെയ്ത് നോക്കാം. ഈ റിംഗ് ലൈറ്റിൻ്റെ ഇവിടെ കണ്ടോ, ഇങ്ങനെ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്ക്രൂ ഇവിടെ തന്നെ ആയിരിക്കും വെക്കേണ്ടത്. ഈ ഒരു സ്ക്രൂ കണ്ടോ മാച്ചായിട്ട്. കാരണം സിമ്പിളാണ് ഇത് ഫിറ്റിങ് ആയിട്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല, ഇത്രയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിങ്ങനെ ഇതിൻ്റെ മുകളിൽ വെക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ, ഈ റിംഗ് ലൈറ്റിൻ്റെ ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സാധനമുണ്ട് കണ്ടോ. അതിലിപ്പോൾ ഒരിക്കൽ ഫോൺ വെക്കാനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനിതൊരിക്കൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ട്വിസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇത് വെക്കാനായിട്ട് പറ്റും. ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഈ ഒരു സൈഡ് ഇത് എവിടെയാണ് വരുന്നത്, അപ്പോൾ ഈ ഒരു സൈഡ് പിടിച്ച് ഇങ്ങോട്ടേക്ക് വലിച്ചാൽ മതി. അപ്പോൾ ഈ മൂന്നെണ്ണം ഇങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമുക്കിങ്ങനെ ഒരു കേബിൾ കോഡുണ്ട്. ഇത് USB ആണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് USB കുത്താവുന്ന ഏതിൽ വേണമെങ്കിലും ഇത് കുത്താം. നമ്മുടെ ഫോണിൻ്റെ അഡാപ്റ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ്, CPU എവിടെയാണെങ്കിൽ നമുക്ക് USB കോഡ് ഇത് കുത്താവുന്ന എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് അത്രയും ചെറിയൊരു വോൾട്ട് മതി കേട്ടോ ഇത് ഓൺ ആവാനായിട്ട്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് പവർ ബാങ്കിൻ്റെ അതിൽ വരെ കുത്താനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ലൈറ്റ് ഓപ്പൺ ആവും. കാരണം നമുക്കിപ്പോൾ എല്ലായിടത്തും നമ്മളിപ്പോൾ ഇത് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ സ്വിച്ച് ബോർഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പവർ ബാങ്ക് ആണെന്നുണ്ടെങ്കിലും മതി. അപ്പം ഇതും ഓക്കെയാണ്. ഇനി അടുത്ത് നമുക്ക് ഫോൺ പ്ലേസ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇങ്ങനെ അഡ്ജസ്റ്റബിളായിട്ട് 3 സ്വിച്ച് ഉണ്ട്. പവർ ഓൺ ചെയ്യാമോ, ഇത് ലൈറ്റിൻ്റെ പവർ ഓൺ ഓഫ് ആട്ടോ. ഇത് ലൈറ്റ് ഓൺ ചെയ്യാം. അതായത് 3 ലൈറ്റിൻ്റെയും ഒരു കൺട്രോളിങ്ങാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഞാൻ നോക്കട്ടെ കേട്ടോ, എങ്ങനെയാവുമെന്ന് എനിക്കും അറിയത്തില്ല. ഈ 2 സാധനങ്ങളാണ് കേട്ടോ. ഇതാണ് ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ. ഇവിടെ കണ്ടോ ഇതിങ്ങനെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു സെക്ഷൻ കണ്ടോ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇത് ഫിറ്റ് ചെയ്യണം. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ചില വീഡിയോസിലൊക്കെ ഞാൻ ഓൾറെഡി റിംഗ് ലൈറ്റിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് വന്നത് കണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഫിറ്റ് ചെയ്തിട്ടില്ല. ഇത് പക്ഷേ സിമ്പിളാണ് ഫിറ്റ് ചെയ്യാനായിട്ട്, കാരണം ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ബോൾഡ് സൈഡ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇത് ഭാഗം നമുക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പാട്ടാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഹാർഡ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഉള്ളിലേക്ക് ഇങ്ങനെ കയറും. കണ്ടോ, ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും. എന്നിട്ട് ഇതിങ്ങനെ കണ്ടോ, ഇതൊരു ബോൾ ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ഫോൺ നമുക്ക് ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇത് വെച്ചിട്ടിങ്ങനെ നമുക്ക് ടൈറ്റൻ ചെയ്ത് വെക്കാം. കണ്ടോ, ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, റിംഗ് ലൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇതിന് കറക്റ്റായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്. അതിലേക്ക് ഇതിങ്ങനെ പ്ലേസ് ചെയ്താൽ മതി. ഹാഫ് സ്ലൈഡ് ചെയ്തിട്ടുള്ളൂ. ഇതിങ്ങനെ ഇവിടെ പിടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി ടൈറ്റായിട്ട് ഇരുന്നോളൂ. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെറ്റപ്പ്.
ഞാനിത് തന്നെ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഫോക്കസിന് ഇഷ്യൂ ഒക്കെ ലൈറ്റിന് ഇഷ്യൂ ഒക്കെ വരും കേട്ടോ. അത് നിങ്ങൾ തൽക്കാലം ക്ഷമിക്കണേ ഒന്ന്. ഇതാ ഇങ്ങനെ നമുക്കിത് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഫോണിൽ ഇതിൽ വെക്കാം. ഫോൺ ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം, താഴോട്ട് വെക്കണമെങ്കിൽ ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ പിന്നെ ഈ ഇതാണെന്നുണ്ടെങ്കിൽ റിംഗ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു ഫോൺ ഇതിൽ വേറൊരു ഫോൺ ഇതിൽ വെച്ച് നോക്കാമേ. ഇതാ ഞാൻ ഫോൺ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഫോണ് കുറച്ച് ഞാൻ എൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കുറച്ച് എൻ്റെ ഒരു ഓൾഡ് വേർഷൻ ഫോണാണ്. സോ അതിന് അത്രയും ക്ലാരിറ്റി ഉണ്ടാവും. എന്നാലും കണ്ടോ നമുക്കിത് ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ മുകളിലേക്ക് പോക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം. നമുക്ക് ഏത് രീതിയിൽ നല്ല അഡ്ജസ്റ്റ് ചെയ്യട്ടോ. സ്വിച്ച് ബോർഡ് ഉണ്ട്. ഈ ഒരു സ്വിച്ച് ബോർഡിൽ ഞാൻ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഓൺ ഓഫ് ലൈറ്റ് ഉണ്ട്. ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓൺ ആവും. ഇതിലേക്കൊരു എക്സ്ട്രാ വെട്ടം കണ്ട്. ഇപ്പോൾ ഇത് ഓഫ് ആക്കി കണ്ടോ. ഇത്രയും ഒരു ഷെയ്ഡേ ഉള്ളൂ ആക്ച്വലി ഈ ഫോണിൽ. ഇത് ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലേസിങ് വന്ന പോലെയല്ലേ അങ്ങനെ. പിന്നെ ഇതിന് വേറെ അഡ്ജസ്റ്റബിൾ ഇതാ ഇവിടെ ഒരു കുറച്ച് ഡിമ്മായ പോലെ ഉണ്ട് ലൈറ്റ്. ഒരു സ്റ്റുഡിയോ ലൈറ്റൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കുറച്ചും കൂടെ ബ്രൈറ്റായ ലൈറ്റ് ഓരോരോ കളറാണ് കേട്ടോ. ഇങ്ങനെ ഈ 3 രീതിയിൽ ഇങ്ങനെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഡ്രോബാക്ക് അല്ല കേട്ടോ, എൻ്റെ പ്രശ്നമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഡയറക്റ്റ് കണ്ണിലേക്ക് ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ഹെഡേക്കിന് ഇഷ്യൂ എനിക്ക് തോന്നാൻ കേട്ടോ. അങ്ങനെ എന്തെങ്കിലും വരുമോയെന്ന് അറിയില്ല, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാർഡ് ഉണ്ടെന്ന്. ഈ കാർഡിൽ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് 10 ഡേയ്സിനുള്ളിൽ നമ്മളിതിൻ്റെ വാറണ്ടി ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു സൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കണ്ടോ. www.tygot.com ആൻഡ് രജിസ്റ്റർ യുവർ പ്രൊഡക്റ്റ് എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടൂ കേട്ടോ. Product registration is mandatory within 10 days of purchase to claim the warranty benefits of registration. Confirmation of ownership, hassle-free assistance while claiming the warranty, priority customer support, receive important updates on new products and exclusive discounts. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്താണെന്ന് ഞാൻ നോക്കി കണ്ടുപിടിക്കണം. എന്നാലും മെയിനായിട്ട് നമുക്ക് ഈ ഒരു കാര്യമാണ് അത്യാവശ്യം. ഇത് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ ദിവസം കാണാം. ബൈ ബൈ.